കെയർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി, വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ഏറ്റവും പുതിയ സിലബസും ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യനുകളും സ്പെഷ്യൽ ടോപ്പിക്സ് തന്നെ പ്രത്യേകമായിട്ട് തന്നെ ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയുള്ള. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യേണ്ട പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഇന്ന് സ്പെഷ്യൽ ടോപ്പിക്സിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തീ അണയ്ക്കാൻ ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? തീ അണയ്ക്കാൻ ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? വെള്ളമാണല്ലേ. വെള്ളം ചൂടിനെ ആഗിരണം ചെയ്യുകയും ഇന്ധനത്തെ തണുപ്പിക്കുകയും ചെയ്യുന്നു. ഇത് തീ അണയ്ക്കാൻ സഹായിക്കുന്നു. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ. എന്നിരുന്നാലും വൈദ്യുതി സംബന്ധമായ തീപിടുത്തങ്ങൾ, എണ്ണ, ഗ്രീസ് തുടങ്ങിയ ദ്രാവകങ്ങൾ മൂലമുണ്ടാകുന്ന തീപിടുത്തങ്ങൾക്കും വെള്ളം ഉപയോഗിക്കരുത്. അത് പ്രത്യേകം ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിക്ക് പൊള്ളലേറ്റാൽ ആദ്യമായി ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? ഒരു വ്യക്തിക്ക് പൊള്ളലേറ്റാൽ ആദ്യമായി ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ടുപിടിച്ചോ? ഏതാണ്? പൊള്ളലേറ്റ ഭാഗം തണുത്ത വെള്ളത്തിൽ മുക്കുക. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം. പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം, ഐസല്ല, ഒഴിവാക്കുന്നത് വേദന കുറയ്ക്കാനും കൂടുതൽ കേടുപാടുകൾ സംഭവിക്കുന്നത് തടയാനും സഹായിക്കുന്നു. അപ്പോൾ പൊള്ളലേറ്റ ഭാഗം തണുത്ത വെള്ളത്തിൽ മുക്കുക. അതാണ് ആദ്യമായി ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ. അടുത്ത ക്വസ്റ്റ്യൻ. തീപിടുത്തത്തിന് കാരണമാകുന്ന 3 പ്രധാന ഘടകങ്ങൾ ഏതാണ്? തീപിടുത്തത്തിന് കാരണമാകുന്ന 3 പ്രധാന ഘടകങ്ങൾ ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ. ഇന്ധനം, ഓക്സിജൻ, ചൂട്. ഫയർ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന ഈ 3 ഘടകങ്ങളും തീപിടുത്തത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലാതാക്കിയാൽ തീ അണയ്ക്കാൻ സാധിക്കും. അപ്പോൾ തീപിടുത്തത്തിന് കാരണമാവുന്ന 3 പ്രധാന ഘടകങ്ങളാണ് ഇന്ധനം, ഓക്സിജൻ, ചൂട്. ഇതെങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഫയർ ട്രയാങ്കിൾ എന്നറിയപ്പെടുന്ന ഈ 3 ഘടകങ്ങളും തീപിടുത്തത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഇല്ലാതാക്കിയാൽ തീ അണയ്ക്കാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കെട്ടിടത്തില് തീപിടുത്തം ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ ഒരു കെട്ടിടത്തിലൊക്കെ തീപിടുത്തം ഉണ്ടായാൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം എന്ന്? ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? അഗ്നിശമന സേനയെ വിളിക്കുക. എത്രയും പെട്ടെന്ന് അഗ്നിശമന സേനയെ അറിയിക്കുകയും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഒരു കെട്ടിടത്തിലൊക്കെ തീപിടുത്തം ഉണ്ടായാൽ ആദ്യം ചെയ്യേണ്ടത് അഗ്നിശമന സേനയെ വിളിക്കുക എന്നതാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. വിഷവാതകം ശ്വസിച്ച് അബോധാവസ്ഥയിലായ ഒരു വ്യക്തിക്ക് പ്രഥമ ശുശ്രൂഷ നൽകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? വിഷവാതകം ശ്വസിച്ച് അബോധാവസ്ഥയിലായ ഒരു വ്യക്തിക്ക് പ്രഥമ ശുശ്രൂഷ നൽകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. ശുദ്ധവായു ലഭിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റുക. വിഷവാതകം ശ്വസിച്ച് അബോധാവസ്ഥയിലായ ഒരാളെ ഉടൻ തന്നെ സുരക്ഷിതവും ശുദ്ധവായു ലഭിക്കുന്നതുമായ സ്ഥലത്തേക്ക് മാറ്റേണ്ടത് വളരെ പ്രധാനമാണ്. തുടർന്ന് വൈദ്യസഹായം തേടുക. അപ്പോൾ ശുദ്ധവായു ലഭിക്കുന്ന സ്ഥലത്തേക്ക് മാറ്റുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ. ചെറിയ പൊള്ളലുകൾക്ക് സാധാരണയായി എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകുന്നത്? ചെറിയ പൊള്ളലുകൾക്ക് സാധാരണയായി എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചെറിയ പൊള്ളലുകൾക്ക് സാധാരണയായിട്ട് എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകുന്നത്? തണുത്ത വെള്ളത്തിൽ 10-20 മിനിറ്റ് മുക്കുക. ഈ ചെറിയ പൊള്ളലുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത്
ചുവപ്പ് നിറമാവുകയും നേരിയ വേദന അനുഭവപ്പെടുകയൊക്കെ ചെയ്യും. ഇവയെ തണുത്ത വെള്ളത്തിൽ 10-20 മിനിറ്റ് മുക്കുന്നത് ആശ്വാസം നൽകുകയും കേടുപാടുകൾ കുറയ്ക്കുകയും ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ. തീപിടുത്തം തടയാൻ സഹായിക്കുന്ന ഒരു പ്രധാന മുൻകരുതൽ എന്താണ്? തീപിടുത്തം തടയാൻ സഹായിക്കുന്ന ഒരു പ്രധാന മുൻകരുതൽ എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ശരിയുത്തരം ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ഫയർ അലാറം സ്ഥാപിക്കുക. ഫയർ അലാറം തീപിടുത്തം നേരത്തെ കണ്ടെത്താനും ആളുകളെ സുരക്ഷിതമായി ഒഴിപ്പിക്കാനും സഹായിക്കുന്നു. ഇത് ജീവൻ രക്ഷിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അപ്പോൾ തീപിടുത്തം തടയാൻ സഹായിക്കുന്ന ഒരു പ്രധാന മുൻകരുതലാണ് എന്താണ്? ഫയർ അലാറം സ്ഥാപിക്കുക എന്നത്. ഇതിലൂടെ എന്ത് സംഭവിക്കും? ഫയർ അലാറം തീപിടുത്തം നേരത്തെ കണ്ടെത്താനും ആളുകളെ സുരക്ഷിതമായി ഒഴിപ്പിക്കാനും സഹായിക്കുന്നു. ഇത് ജീവൻ രക്ഷിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഒരാൾക്ക് ശ്വാസമുട്ടൽ ഉണ്ടായാൽ ഹെയ്ംലിച്ച് മനോവർ ചെയ്യുമ്പോൾ എവിടെയാണ് മർദ്ദം ചെലുത്തേണ്ടത്? ഒരാൾക്ക് ശ്വാസമുട്ടൽ ഉണ്ടായാൽ ഹെയ്ംലിച്ച് മനോവർ ചെയ്യുമ്പോൾ എവിടെയാണ് മർദ്ദം ചെലുത്തേണ്ടത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? വയറിന്റെ മുകൾ ഭാഗത്ത്, നെഞ്ചിന് താഴെ. ഹെയ്ംലിച്ച് മനോവർ ചെയ്യുമ്പോൾ നെഞ്ചിന് താഴെയും പൊക്കിളിന് മുകളിലുമായി വയറിന്റെ മുകൾ ഭാഗത്താണ് മർദ്ദം ചെലുത്തേണ്ടത്. ഇത് ശ്വാസം മുട്ടലിന് കാരണമായ വസ്തുവിനെ പുറത്തേക്ക് തള്ളാൻ സഹായിക്കും. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കുക, ഒരാൾക്ക് ശ്വാസമുട്ടൽ ഉണ്ടായാൽ ഹെയ്ംലിച്ച് മനോവർ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വയറിന്റെ മുകൾ ഭാഗത്ത്, അതായത് നെഞ്ചിന് താഴെയാണ് മർദ്ദം ചെലുത്തേണ്ടത്. ഇത് ശ്വാസമുട്ടലിന് കാരണമായ വസ്തുവിനെ പുറത്തേക്ക് തള്ളാൻ സഹായിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. കെട്ടിടത്തിനുള്ളിൽ തീപിടുത്തം ഉണ്ടായാൽ പുകയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് സുരക്ഷിതമായി പുറത്തു കടക്കേണ്ടത്? കെട്ടിടത്തിനുള്ളിൽ തീപിടുത്തം ഉണ്ടായാൽ പുകയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് സുരക്ഷിതമായി പുറത്തു കടക്കേണ്ടത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? തറയിൽ മുട്ടുകുത്തി ശരീരം താഴ്ത്തി ഇഴഞ്ഞു നീങ്ങുക. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. തറയിൽ മുട്ടുകുത്തി ശരീരം താഴ്ത്തി ഇഴഞ്ഞ് നീങ്ങുക. പുക ഉയർന്നു പോകുന്നതിനാൽ തറയോട് ചേർന്ന് ശുദ്ധവായു ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശരീരം താഴ്ത്തി ഇഴഞ്ഞു നീങ്ങുന്നത് പുക ശ്വസിക്കുന്നത് ഒഴിവാക്കാൻ സഹായിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. തീപിടുത്തം ഉണ്ടാവുമ്പോൾ വൈദ്യുതി വിച്ഛേദിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ്? സാധാരണ എല്ലായിടത്തും കാണുന്ന ഒരു കാര്യമാണ് അല്ലെ, തീപിടുത്തമൊക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ വൈദ്യുതി വിച്ഛേദിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ ഈ വൈദ്യുതി വിച്ഛേദിക്കുന്നതിന്റെ പ്രാധാന്യം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലെ. മുകളിൽ പറഞ്ഞവ എല്ലാം, അതായത് തീ കൂടുതൽ പടരാതിരിക്കാൻ, വൈദ്യുതാഘാതം ഒഴിവാക്കാൻ, അഗ്നിശമന സേനയ്ക്ക് പ്രവർത്തിക്കാൻ എളുപ്പമാക്കാൻ, ഇവയെല്ലാം ശരിയായിട്ടുള്ള ഉത്തരമാണ്. വൈദ്യുതി വിച്ഛേദിക്കുന്നത് തീ കൂടുതൽ പടരുന്നത് തടയാനും വൈദ്യുതാഘാതം ഒഴിവാക്കാനും അഗ്നിശമന സേനയ്ക്ക് സുരക്ഷിതമായി പ്രവർത്തിക്കാനും സഹായിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ഒരാളുടെ വസ്ത്രത്തിന് തീപിടിച്ചാൽ എന്തു ചെയ്യണം? ഒരാളുടെ വസ്ത്രത്തിന് തീപിടിച്ചാൽ എന്തു ചെയ്യണം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ് ശരി ഉത്തരം? നിലത്ത് കിടന്ന് ഉരുളുക. ഒരാളുടെ വസ്ത്രത്തിന് തീപിടിച്ചാൽ നിലത്ത് കിടന്ന് ഉരുളുക. സ്റ്റോപ്പ്, ഡ്രോപ്പ് ആൻഡ് റോൾ. നിൽക്കുക, താഴെ വീഴുക, ഉരുളുക എന്ന തത്വം ഇവിടെ പ്രയോഗിക്കുക. ഇത് ഓക്സിജൻ ലഭ്യത കുറയ്ക്കുകയും തീ അണയ്ക്കുകയും ചെയ്യും. ഇത് ഓക്സിജൻ ലഭ്യത കുറയ്ക്കുന്നതിനും തീ അണയ്ക്കുകയും ചെയ്യും. അപ്പോൾ സ്റ്റോപ്പ്, ഡ്രോപ്പ് ആൻഡ് റോൾ, അതായത് നിൽക്കുക, താഴെ വീഴുക, ഉരുളുക എന്ന തത്വം ഇവിടെ പ്രയോഗിക്കുക. ഒരാളുടെ വസ്ത്രത്തിന് തീ പിടിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്? സ്റ്റോപ്പ്, ഡ്രോപ്പ് ആൻഡ് റോൾ. നിൽക്കുക, താഴെ വീഴുക, ഉരുളുക. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? നിലത്ത് കിടന്ന് ഉരുളുക എന്നുള്ള ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഫയർ എക്സ്റ്റിങ്ഷൻ ഉപയോഗിക്കുമ്പോൾ ഓർമ്മിക്കേണ്ട പ്രധാന തത്വം എന്താണ്? ഒരു ഫയർ എക്സ്റ്റിങ്ഷൻ ഉപയോഗിക്കുമ്പോൾ ഓർമ്മിക്കേണ്ട പ്രധാന തത്വം എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ. പാസ്, പുൾ
എയിം, സ്ക്വീസ്, സ്വീപ്പ്. പുൾ ദ പിൻ, പിൻ ഊരുക. എയിം ദ നോസിൽ അറ്റ് ദ ബേസ് ഓഫ് ദ ഫയർ, നോസിൽ തീയുടെ ചുവട്ടിലേക്ക് ലക്ഷ്യമിടുക. സ്ക്വീസ് ദ ഹാൻഡിൽ, കൈപ്പിടി അമർത്തുക. സ്വീപ്പ് ഫ്രം സൈഡ് ടു സൈഡ്, ഇടത്തു നിന്ന് വലത്തോട്ട് തിരിച്ചോ വീശുക. അപ്പോൾ ഒരു ഫയർ എക്സ്റ്റിങ്ഷൻ ഓർമ്മിക്കേണ്ട പ്രധാന തത്വം എന്താണ്? PASS, പുൾ, എയിം, സ്ക്വീസ്, സ്വീപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ. ആഴത്തിലുള്ള പൊള്ളലുകൾക്ക് എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകേണ്ടത്? ആഴത്തിലുള്ള പൊള്ളലുകൾക്ക് എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകേണ്ടത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, അടിയന്തര വൈദ്യസഹായം തേടുക. 3-ാം ഡിഗ്രി പൊള്ളലുകൾക്ക് ചർമ്മത്തിന്റെ എല്ലാ പാളികളെയും ബാധിക്കുന്നതിനാൽ അവ വളരെ ഗുരുതരമാണ്. ഇവയ്ക്ക് അടിയന്തര വൈദ്യസഹായം ആവശ്യമാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വൈദ്യുത ഷോക്കേറ്റ് അബോധാവസ്ഥയിലായ ഒരാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? വൈദ്യുത ഷോക്കേറ്റ് അബോധാവസ്ഥയിലായ ഒരാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, വൈദ്യുത ഉറവിടം വിച്ഛേദിക്കുക. വൈദ്യുതാഘാതം ഏറ്റ ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് വൈദ്യുത ഉറവിടം സുരക്ഷിതമായി വിച്ഛേദിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കും വൈദ്യുതാഘാതം ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? പ്രഥമ ശുശ്രൂഷ നൽകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? വൈദ്യുത ഉറവിടം വിച്ഛേദിക്കുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. അടുക്കളയിൽ എണ്ണയ്ക്ക് തീ പിടിച്ചാൽ എന്തു ചെയ്യണം? അടുക്കളയിൽ എണ്ണയ്ക്ക് തീ പിടിച്ചാൽ എന്തു ചെയ്യണം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. അടുപ്പ് ഓഫ് ചെയ്യുക, തീ കെടുത്താൻ ഉണങ്ങിയ തുണിയോ ലിഡോ ഉപയോഗിച്ച് മൂടുക. എണ്ണയ്ക്ക് തീ പിടിച്ചാൽ വെള്ളം ഒഴിക്കരുത്, അത് തീ കൂടുതൽ പടർത്തുകയും അടുപ്പ് തീ കൂടുതൽ പടർത്താൻ വേണ്ടിയിട്ട് കാരണമാകും. അതുകൊണ്ട് അടുപ്പ് ഓഫ് ചെയ്യുകയും തീയെ ഓക്സിജനിൽ നിന്ന് അകറ്റാൻ ഉണങ്ങിയ തുണിയോ ലിഡോ ഉപയോഗിച്ച് മൂടുകയും ചെയ്യുക. ഇപ്പോൾ അടുക്കളയിലൊക്കെ എണ്ണയ്ക്ക് തീ പിടിച്ചാൽ, അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം അടുപ്പ് ഓഫ് ചെയ്യുക, തീ കെടുത്താൻ ഉണങ്ങിയ തുണിയോ ലിഡോ ഒക്കെ ഉപയോഗിച്ച് മൂടുക. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ എണ്ണയ്ക്കൊക്കെ തീ പിടിക്കുന്ന അവസരത്തിൽ വെള്ളം ഒഴിക്കുന്നത് ഒഴിവാക്കണം. കാരണം എന്താ വെച്ചാൽ വെള്ളം ഒഴിച്ചാൽ അത് തീ കൂടുതൽ പടർത്താനുള്ള സാധ്യത ഉണ്ടാവും. അടുപ്പ് ഓഫ് ചെയ്യുകയും തീയെ ഓക്സിജനിൽ നിന്ന് അകറ്റാൻ ഉണങ്ങിയ തുണിയോ ലിഡോ ഒക്കെ ഉപയോഗിച്ച് മൂടുകയും ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ. ഫയർ അലാറം കേൾക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം? ഫയർ അലാറം കേൾക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, സുരക്ഷിതമായ സ്ഥലത്തേക്ക് വേഗത്തിൽ പുറത്തു കടക്കുക. ഫയർ അലാറം കേൾക്കുന്ന അവസരത്തിൽ വേഗത്തിൽ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറുകയും അടിയന്തര സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുകയും ചെയ്യുക. അപ്പോൾ ഫയർ അലാറം കേൾക്കുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? സുരക്ഷിതമായ സ്ഥലത്തേക്ക് വേഗത്തിൽ പുറത്തു കടക്കുക. അപ്പോൾ ഓക്സിജൻ അടങ്ങിയ ശുദ്ധമായ രക്തം ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? ഓക്സിജൻ അടങ്ങിയ ശുദ്ധമായ രക്തം ഹൃദയത്തിൽ നിന്ന് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? 4 ഓപ്ഷൻസ് താഴെ തന്നിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ധമനികളാണല്ലേ. ധമനികളാണ് ഹൃദയത്തിൽ നിന്ന് ഓക്സിജൻ അടങ്ങിയ ശുദ്ധമായ രക്തം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. സിരകള് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് അടങ്ങിയ രക്തം ഹൃദയത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ധമനികൾ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിൽ ആകെ എത്ര അസ്ഥികളുണ്ട്? മനുഷ്യ ശരീരത്തിൽ ആകെ എത്ര അസ്ഥികളുണ്ട്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ടുപിടിച്ചോ? ഏതാണ്? 206 ആണല്ലേ. ഒരു പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യ ശരീരത്തിൽ
ഏകദേശം 206 അസ്ഥികളുണ്ട്. കുഞ്ഞുങ്ങളിൽ ഇത് കൂടുതലായിരിക്കും. പിന്നീട് ചില അസ്ഥികൾ കൂടിച്ചേർന്ന് എണ്ണം കുറയുന്നു. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ആകെ എത്ര അസ്ഥികളുണ്ട്? 206. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. തലയോട്ടിയിലെ അസ്ഥികളെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നത് എന്താണ്? തലയോട്ടിയിലെ അസ്ഥികളെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നത് എന്താണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? തലയോട്ടിയിലെ അസ്ഥികളെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നത് എന്താണ്? കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, സ്യൂച്ചറുകൾ. സ്യൂച്ചറുകൾ. തലയോട്ടിയിലെ അസ്ഥികൾ പരസ്പരം ദൃഢമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ ബന്ധനങ്ങളെ സ്യൂച്ചറുകൾ എന്ന് വിളിക്കുന്നു. ഇത് തലച്ചോറിന് സംരക്ഷണം നൽകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. അസ്ഥികളെ പേശികളുമായി ബന്ധിപ്പിക്കുന്നത് ആരാണ്? അസ്ഥികളെ പേശികളുമായി ബന്ധിപ്പിക്കുന്നത് ആരാണ്? 4 ഓപ്ഷൻസ് താഴെ തന്നിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ടെൻഡണുകളാണ് അല്ലെ, ടെൻഡണുകൾ. ടെൻഡണുകളാണ് അസ്ഥികളെ പേശികളുമായി ബന്ധിപ്പിക്കുന്നത്. ഇത് പേശികളുടെ ചലനം അസ്ഥികളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നു. ലിഗമെന്റുകൾ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നു. അപ്പോൾ അസ്ഥികളെ പേശികളുമായി ബന്ധിപ്പിക്കുന്ന ആരാണ്? ടെൻഡണുകൾ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ശ്വാസകോശത്തിലെ വായു അറകൾക്ക് പറയുന്ന പേരെന്താണ്? ശ്വാസകോശത്തിലെ വായു അറകൾക്ക് പറയുന്ന പേരെന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? പെട്ടെന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചേ. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? അൽവിയോളെ. അൽവിയോളെ ആണ് ശരി ഉത്തരം. അൽവിയോളെ എന്നത് ശ്വാസകോശത്തിലെ ചെറിയ വായു അറകളാണ്. ഇവിടെ വച്ചാണ് രക്തവും വായുവും തമ്മിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ കൈമാറ്റം നടക്കുന്നത്. ശ്വാസകോശത്തിലെ വായു അറകൾക്ക് പറയുന്ന പേരാണ് എന്താണ്? അൽവിയോളൈ. അൽവിയോളൈ ഓർത്തിരിക്കണം കേട്ടോ. അൽവിയോളൈ എന്നത് ശ്വാസകോശത്തിലെ ചെറിയ വായു അറകളാണ്. ഇവിടെ വച്ചാണ് രക്തവും വായുവും തമ്മിൽ ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ കൈമാറ്റം നടക്കുന്നത്. പ്രത്യേകം ഓർത്തിരിക്കണം, ധാരാളം പരീക്ഷകളിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ശ്വാസനാളത്തിന്റെ ഭിത്തിയിലുള്ള ചെറിയ രോമങ്ങൾ പോലുള്ള ഘടനകൾക്ക് പറയുന്ന പേരെന്താണ്? ഇവയുടെ പ്രധാന ധർമ്മം എന്താണ്? ശ്വാസനാളത്തിന്റെ ഭിത്തിയിലുള്ള ചെറിയ രോമങ്ങൾ പോലുള്ള ഘടനകൾക്ക് പറയുന്ന പേരെന്താണ്? ഇവയുടെ പ്രധാന ധർമ്മം എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, സിലിയ. ശ്ലേഷ്മത്തെയും മാലിന്യങ്ങളെയും പുറത്തേക്ക് തള്ളുക. ശ്വാസനാളത്തിന്റെ ഭിത്തിയിൽ കാണുന്ന ചെറിയ രോമങ്ങൾ പോലുള്ള ഘടനകളാണ് സിലിയ എന്ന് പറയുന്നത്. ഇവ ശ്ലേഷ്മത്തെയും അതിലുള്ള പൊടിപടലങ്ങളെയും മറ്റു മാലിന്യങ്ങളെയും മുകളിലേക്ക് തള്ളി വായുവിലൂടെ പുറന്തള്ളാൻ സഹായിക്കുന്നു. അപ്പോൾ ഇവിടെ ശരി ഉത്തരം ഏതാണ്? സിലിയ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. ഹൃദയത്തിന്റെ ഏതറയാണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം പമ്പ് ചെയ്യുന്നത്? ഹൃദയത്തിന്റെ ഏതറയാണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം പമ്പ് ചെയ്യുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ഇടത് വെൻട്രിക്കിൾ. ഇടത് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇടത് വെൻട്രിക്കിൾ ശക്തമായി സങ്കോചിച്ച് ഓക്സിജൻ അടങ്ങിയ ശുദ്ധമായ രക്തം അയോട്ടിയിലൂടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പമ്പ് ചെയ്യുന്നു. അപ്പോൾ ഹൃദയത്തിന്റെ ഏതറയാണ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം പമ്പ് ചെയ്യുന്നത്? ഇടത് വെൻട്രിക്കിൾ. വളരെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. രക്തത്തിലെ ഓക്സിജൻ കാരിയർ എന്നറിയപ്പെടുന്നത് എന്താണ്? രക്തത്തിലെ ഓക്സിജൻ കാരിയർ എന്നറിയപ്പെടുന്നത് എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ചുവന്ന രക്താണുക്കള്. റെഡ് ബ്ലഡ് സെൽസ്. അതായത് ചുവന്ന രക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ എന്ന പ്രോട്ടീനാണ് ഓക്സിജനെ ബന്ധിപ്പിച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ രക്തത്തിലെ ഓക്സിജൻ കാരിയർ എന്നറിയപ്പെടുന്നത് ചുവന്ന രക്താണുക്കളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. നട്ടെല്ലിലെ
കശേരുകൾക്കിടയിൽ കാണുന്ന തരുണാസ്ഥി ഡിസ്കുകളുടെ പ്രധാന ധർമ്മം എന്താണ്? നട്ടെല്ലിലെ കശേരുകൾക്കിടയിൽ കാണുന്ന തരുണാസ്ഥി ഡിസ്കുകളുടെ പ്രധാന ധർമ്മം എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, കണ്ടുപിടിച്ചോ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ആഘാതം വലിച്ചെടുക്കുക. കശേരുകൾക്കിടയിലെ തരുണാസ്ഥി ഡിസ്കുകൾ ഒരു കുഷ്യൻ പോലെ പ്രവർത്തിച്ച് നട്ടെല്ലിന് വഴക്കം നൽകുകയും നടക്കുന്നതിനും ചാടുന്നതിനും പോലുള്ള പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന ആഘാതം വലിച്ചെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ നട്ടെല്ലിലെ കശേരുകൾക്കിടയിൽ കാണുന്ന തരുണാസ്ഥി ഡിസ്കുകളുടെ പ്രധാന ധർമ്മം ആണ് ആഘാതം വലിച്ചെടുക്കുക എന്ന ഷോക്ക് അബ്സോർപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു നീണ്ട അസ്ഥിക്ക് ഉദാഹരണം? താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു നീണ്ട അസ്ഥിക്ക് ഉദാഹരണം? താഴെ 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ, അതിൻ്റെ അകത്ത് ഏതാണ് ഒരു നീണ്ട അസ്ഥിക്ക് ഉദാഹരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോങ് ബോൺ. അതിന് ഉദാഹരണം ഏതാണ്? കണ്ടുപിടിച്ചോ ഏതാണ് ശരി ഉത്തരം? തുടയല്ല് അല്ലേ, തുടയല്ലാണ് അല്ലേ. നീണ്ട അസ്ഥികൾക്ക് നീളം കൂടുതലും വീതി കുറവുമായിരിക്കും. തുടയല്ല് അതായത് തുടയിലെ അസ്ഥി, കൈകാലുകളിലെ മറ്റ് അസ്ഥികൾ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ്. വാരിയല്ല് പരന്ന അസ്ഥിയാണ്. തലയോട്ടിയിലെ അസ്ഥികൾ ക്രമരഹിതമായ ആകൃതിയുള്ള അസ്ഥികളാണ്. കശേരുക്കൾക്ക് ക്രമരഹിതമായ ആകൃതിയാണ് ഉള്ളത്. അപ്പോൾ ഒരു നീണ്ട അസ്ഥിക്ക് ഉദാഹരണമാണ് തുടയല്ല്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്വാസകോശത്തിലെ അൽവിയോളയെയും രക്തത്തിലെ കാപ്പില്ലറികളും തമ്മിൽ നടക്കുന്ന പ്രധാന പ്രക്രിയ എന്താണ്? ശ്വാസകോശത്തിലെ അൽവിയോളയെയും രക്തത്തിലെ കാപ്പില്ലറികളും തമ്മിൽ നടക്കുന്ന പ്രധാന പ്രക്രിയ എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, വാതകങ്ങളുടെ കൈമാറ്റം, ഗ്യാസ് എക്സ്ചേഞ്ച്. അൽവിയോളയിലെ വായുവിൽ നിന്ന് ഓക്സിജൻ രക്തത്തിലേക്ക് പ്രവേശിക്കുകയും രക്തത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് അൽവിയോളയിലേക്ക് പോകുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയാണ് വാതകങ്ങളുടെ കൈമാറ്റം. അപ്പോൾ ശ്വാസകോശത്തിലെ അൽവിയോളയും രക്തത്തിലെ കാപ്പില്ലറികളും തമ്മിൽ നടക്കുന്ന പ്രധാന പ്രക്രിയയാണ് വാതകങ്ങളുടെ കൈമാറ്റം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൃദയപേശികൾക്ക് രക്തം നൽകുന്ന രക്തക്കുഴലുകൾക്ക് പറയുന്ന പേരെന്താണ്? ഹൃദയപേശികൾക്ക് രക്തം നൽകുന്ന രക്തക്കുഴലുകൾക്ക് പറയുന്ന പേരെന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഹൃദയപേശികൾക്ക് രക്തം നൽകുന്ന രക്തക്കുഴലുകൾക്ക് പറയുന്ന പേരെന്താണ്? എന്താണ്? കൊറോണറി ആർട്ടിക്കിൾ അല്ലെ, കൊറോണറി ആർട്ടിക്കിൾ. ഹൃദയപേശികൾക്ക് ആവശ്യമായ ഓക്സിജനും പോഷകങ്ങളും നൽകുന്നത് കൊറോണറി ആർട്ടറികളാണ്. ഈ ധമനികളിൽ ഉണ്ടാകുന്ന തടസ്സമാണ് ഹൃദയാഘാതത്തിന് പ്രധാന കാരണം. അപ്പോൾ ഹൃദയപേശികൾക്ക് രക്തം നൽകുന്ന രക്തക്കുഴലുകൾ പറയുന്ന പേരാണ് എന്ത്? കൊറോണറി ആർട്ടറികൾ, കൊറോണറി ആർട്ടറീസ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് അസ്ഥികളുടെ പ്രധാന ധർമ്മങ്ങളിൽ ഒന്നല്ലാത്തത്? ചോദ്യം ശരിക്കും വായിക്കണം. എന്താണ് ചോദ്യം? താഴെ പറയുന്ന 4 ഓപ്ഷന്റെ അകത്ത് ഏതാണ് അസ്ഥികളുടെ പ്രധാന ധർമ്മങ്ങളിൽ ഒന്നല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കണ്ടുപിടിച്ചോ ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, ദഹനം എളുപ്പമാക്കുക. അസ്ഥികളുടെ പ്രധാന ധർമ്മങ്ങളിൽ ശരീരത്തിന് താങ്ങു നൽകുക, ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുക. ഉദാഹരണത്തിന് വാരിയെല്ലുകള് ഹൃദയത്തെയും ശ്വാസകോശത്തെയും സംരക്ഷിക്കുന്നു. രക്തകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുക അസ്ഥിമജ്ജയിൽ വെച്ച് എന്നിവ ഉൾപ്പെടുന്നു. ദഹനം നടക്കുന്നത് ദഹനനാളത്തിലാണ്. അപ്പോൾ ഏതാണ് അസ്ഥികളുടെ പ്രധാന ധർമ്മങ്ങളിൽ ഒന്നല്ലാത്തത്? ദഹനം എളുപ്പമാക്കുക എന്നുള്ളതാണ് പ്രധാന ധർമ്മങ്ങളിൽ ഒന്നല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരത്തിന് പറയുന്ന പേരെന്താണ്? ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരത്തിന് പറയുന്ന പേരെന്താണ്? 4 ഓപ്ഷൻസ് താഴെ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരത്തിന് പറയുന്ന പേര്? എന്താണ്? കണ്ടുപിടിച്ചോ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, പ്ലൂറ.
ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരമാണ് എന്ത്? പ്ലൂറ. ഈ സ്തരങ്ങൾക്കിടയിലുള്ള ദ്രാവകം ശ്വാസം എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഘർഷണം കുറയ്ക്കാൻ സഹായിക്കുന്നു. പെരിക്കാർഡിയം ഹൃദയത്തെ പൊതിയുന്ന സ്തരമാണ്. പെരിട്ടോണിയം ഉദരാശയത്തെ പൊതിയുന്ന സ്തരമാണ്. മെനിഞ്ചസ് തലച്ചോറിനെയും സുഷ്മ്നാനാഡിയെയും പൊതിയുന്ന സ്തരമാണ്. അപ്പോൾ ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരത്തിന് പറയുന്ന പേരാണ് പ്ലൂറ. താഴെ പറയുന്നവയിൽ ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ ഉൾപ്പെടാത്ത ഘടകം ഏത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ ഉൾപ്പെടാത്ത ഘടകം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ചേ, കണ്ടുപിടിച്ചോ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, ജലം. ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ ഉൾപ്പെടാത്ത ഘടകമാണ് ജലം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരി ഏത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ളത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അതിൻ്റെ അകത്ത് ഏതാണ് ശരിയായിട്ടുള്ളതെന്ന് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. അപ്പോൾ അറിയാം നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഏതാ ശരിയെന്ന്. വളരെ കുറച്ച് സമയം മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് കിട്ടുകയുള്ളൂ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വായിക്കണം. വായിച്ചോ? താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിയേ, കണ്ടുപിടിച്ചോ ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ജ്വലന ശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറഞ്ഞതാകുന്നു. ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറഞ്ഞതാകുന്നു. ഇതാണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു യൂണിറ്റ് മാസ് ഉള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തെ ഏത് പേരിൽ സൂചിപ്പിക്കുന്നു? ഒരു യൂണിറ്റ് മാസ് ഉള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തെ ഏത് പേരിൽ സൂചിപ്പിക്കുന്നു? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, കണ്ടുപിടിച്ചോ ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, വിശിഷ്ട താപധാരിത, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. വിശിഷ്ട താപധാരിത, അതായത് 1 യൂണിറ്റ് മാസ് ഉള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തെ വിശിഷ്ട താപധാരിത എന്ന പേരിൽ സൂചിപ്പിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇന്ധനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന രീതി ഏതാണ്? താഴെ 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് ഇന്ധനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന രീതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ്? നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യമാണല്ലേ. ഏതാണ് ഉത്തരം? സ്റ്റാർവേഷൻ അല്ലെ. സ്റ്റാർവേഷൻ ആണ് ഇന്ധനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന രീതി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപപ്രസരണം നടക്കുന്നത് ഏത് വിധത്തിലാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപപ്രസരണം നടക്കുന്നത് ഏത് വിധമാണ്? ഏത് വിധമാണ്? ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, PSC പരീക്ഷയ്ക്ക് ആവർത്തിച്ച് വന്നിട്ടുള്ളതാണ്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? വികിരണം അല്ലെ, റേഡിയേഷൻ, വികിരണം. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപപ്രസരണം നടക്കുന്നത് വികിരണം വിധമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ MSDSന്റെ പൂർണ്ണ രൂപം ഏതാണ്? താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അകത്ത് MSDSന്റെ പൂർണ്ണ രൂപം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? കണ്ടുപിടിച്ചോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റാ ഷീറ്റ്. മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റാ ഷീറ്റ്, MSDSന്റെ പൂർണ്ണ രൂപം മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റാ ഷീറ്റ്. ഇപ്പൊ തന്നെ പഠിച്ചു പോകണം കേട്ടോ, വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്യൂഷറുമായി ബന്ധപ്പെട്ട് പാസിന്റെ പൂർണ്ണ രൂപം ഏത്? പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്യൂഷർ ആയി ബന്ധപ്പെട്ട് PASS ന്റെ പൂർണ്ണ രൂപം ഏത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? PASSന്റെ പൂർണ്ണ രൂപം ഏതാണ്? കണ്ടുപിടിച്ചോ ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, പുൾ എയിം സ്ക്വീസ് ആൻഡ് സ്വീപ്പ്. പുൾ എയിം സ്ക്വീസ് ആൻഡ് സ്വീപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പെട്രോളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും ഉചിതമായ എക്സ്റ്റിങ്യൂഷൻ മീഡിയം ഏത്?
താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലേ, അതിൻ്റെ അകത്ത് പെട്രോളിൽ ഉണ്ടാകുന്ന തീപിടുത്തത്തെ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും ഉചിതമായ എക്സ്റ്റിങ്ക്വിഷിംഗ് മീഡിയം ഏതാണ്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ, പതയാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഗാർഹിക പാചക വാതക സിലിണ്ടറിൽ നിന്ന് LPG ലീക്കായാൽ ആയത് ഗന്ധം കൊണ്ട് തിരിച്ചറിയുന്നതിന് LPGയോടൊപ്പം ചേർക്കുന്ന രാസപദാർത്ഥം. ഗാർഹിക പാചക വാതക സിലിണ്ടറിൽ നിന്നും LPG ലീക്കായാൽ ആയത് ഗന്ധം കൊണ്ട് തിരിച്ചറിയുന്നതിന് LPGയോടൊപ്പം ചേർക്കുന്ന രാസപദാർത്ഥം ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ് ശരി ഉത്തരം? എത്തനേത്തീലാണ്. ഈഥൈൽ മെർകാപ്റ്റൻ എന്നാണ് പറയുന്നത്. എത്തനത്തിയോൾ എന്നാണ് അതിന്റെ പേര്, എത്തനത്തിയോൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള CPRന്റെ ശരിയായ പൂർണ്ണ രൂപം ഏത്? താഴെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻ്റെ അകത്ത് ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള CPRന്റെ ശരിയായ പൂർണ്ണ രൂപം ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻസിന്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, കാർഡിയോ പൾമനറി റെസ്യൂറ്റേഷൻ. കാർഡിയോ പൾമനറി റെസ്യൂട്ടേഷൻ. അപ്പോൾ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ടുള്ള CPRന്റെ ശരിയായ പൂർണ്ണ രൂപമാണ് കാർഡിയോ പൾമനറി റെസ്യൂസിറ്റേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ CPR നൽകുന്നതിന്റെ ഉദ്ദേശം ഏത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ CPR നൽകുന്നതിന്റെ ഉദ്ദേശം ഏത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ, അതിൻ്റെ അകത്ത് CPR നൽകുന്നതിന്റെ ഉദ്ദേശം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ശരിയായ ശ്വാസോച്ഛ്വാസവും രക്തയോട്ടവും പുനഃസ്ഥാപിക്കുന്നതിന്. ശരിയായ ശ്വാസോച്ഛ്വാസവും രക്തയോട്ടവും പുനഃസ്ഥാപിക്കുന്നതിനാണ് CPR നൽകുന്നതിന്റെ ഉദ്ദേശം. എന്താണ് CPR നൽകുന്നതിന്റെ ഉദ്ദേശം? ശരിയായ ശ്വാസോച്ഛ്വാസവും രക്തയോട്ടവും പുനഃസ്ഥാപിക്കുന്നതിന്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചറുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ളത് ഏതാണ്? താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലേ, അതിൻ്റെ അകത്ത് ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചറുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് ഏതാണ്? കണ്ടുപിടിച്ചോ? ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി, ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, അസ്ഥിയുടെ ഒരു ഭാഗം ഒടിയുകയും മറ്റേ ഭാഗം വളഞ്ഞിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചറുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ളത് ഏതാണ്? അസ്ഥിയുടെ ഒരു ഭാഗം ഒടിയുകയും മറ്റേ ഭാഗം വളഞ്ഞിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഒരു വ്യക്തി ചോക്കിങ്ങിന്റെ ലക്ഷണമായി പ്രകടിപ്പിക്കാൻ സാധ്യതയില്ലാത്ത കാര്യം ഏതാണ്? അപ്പോൾ ക്വസ്റ്റ്യൻ ശരിക്കും വായിക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ താഴെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻ്റെ അകത്ത് ഒരു വ്യക്തി ചോക്കിങ്ങിന്റെ ലക്ഷണമായി പ്രകടിപ്പിക്കുവാൻ സാധ്യത ഇല്ലാത്ത കാര്യം ഏതാണ്? സാധ്യത ഇല്ലാത്ത കാര്യം ഏതാണ് ഈ 4 ഓപ്ഷൻ്റെ അകത്ത്? ഒന്ന് ആലോചിച്ച് നോക്കി, കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, കൈകാലുകളിൽ നീർക്കെട്ട് പ്രകടമാകുക. കൈകാലുകളിൽ നീർക്കെട്ട് പ്രകടമാകുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ, അപ്പം അതിൻ്റെ അകത്ത് ശരിയല്ലാത്തത് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ഇതിൻ്റെ അകത്ത് ശരിയല്ലാത്തത്? ഒന്ന് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞേ നിങ്ങൾ, ഏതാണ് ശരിയല്ലാത്തതെന്ന് വായിച്ചു നോക്കിയോ? കണ്ടുപിടിച്ചോ? നമുക്ക് പരീക്ഷയ്ക്ക് വളരെ കുറച്ച് സമയം കിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വായിക്കണം. ഏതാണ് ശരിയല്ലാത്തത്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ശരീരത്തിൽ പൊള്ളലേറ്റത് മൂലം ഉണ്ടാകുന്ന കുമിളകള് അടിയന്തരമായി പൊട്ടിച്ച് കളയണം. ശരീരത്തിൽ പൊള്ളലേറ്റത് മൂലം ഉണ്ടാകുന്ന കുമിളകള് അടിയന്തരമായി പൊട്ടിച്ച് കളയണം. അതാണ് ശരിയല്ലാത്തത്. ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൃദയത്തിന്റെ സാധാരണ ചലനക്രമം വീണ്ടെടുക്കുന്നതിന് സഹായകരമായ ഒരു ഉപകരണമാണ് AED. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഇതിന്റെ ശരിയായ പൂർണ്ണ രൂപം ഏത്? അപ്പോൾ താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടല്ലേ, അതിൻ്റെ അകത്ത്
ഈ AEയുടെ ശരിയായ പൂർണ്ണ രൂപം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഹൃദയത്തിന്റെ സാധാരണ ചലനക്രമം വീണ്ടെടുക്കുന്നതിന് സഹായകരമായ ഒരു ഉപകരണമാണ് AED. അപ്പോൾ അതിന്റെ AEDയുടെ പൂർണ്ണ രൂപം ഏതാണ്? ഈ താഴെ കാണുന്ന 4 ഓപ്ഷൻ്റെ അകത്തുനിന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി ഏതാണെന്ന്. കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രിലേറ്റർ. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രിലേറ്റർ. അപ്പോൾ AEയുടെ പൂർണ്ണ രൂപമാണ് ചോദിച്ചത്. ഏതാണ്? ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രിലേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ എപ്പിഗ്ലോട്ടിസിന്റെ ധർമ്മം എന്ത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ടല്ലേ. അതിൻ്റെ അകത്ത് എപ്പിഗ്ലോട്ടിസിന്റെ ധർമ്മം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ശരിയുത്തരം? ഏതാണ് ശരിയുത്തരം? 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് ശരിയുത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ഭക്ഷണവും വെള്ളവും ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നു. അതാണ് എപ്പിഗ്ലോട്ടിസിന്റെ ധർമ്മം. ഭക്ഷണവും വെള്ളവും ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാമ്പ് കടി ഏറ്റതിൻ്റെ ലക്ഷണങ്ങൾ ഏതെല്ലാം? 1. പാമ്പിന്റെ പല്ലുകൾ ഇറങ്ങിയതിന്റെ പാടുകൾ. 2. കടിയേറ്റ ഭാഗത്ത് ഭയങ്കര വേദന. 3. കടിയേറ്റ ഭാഗത്തിന് ചുറ്റും നീർക്കെട്ട ചുമപ്പ് നിറവും. 4. മനം പുരട്ടലും ഛർദിയും. അപ്പോൾ പാമ്പുകടി ഏറ്റതിൻ്റെ ലക്ഷണങ്ങൾ ഈ പറയുന്ന 4 സ്റ്റേറ്റ്മെന്റിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ 1 മാത്രം, ഓപ്ഷൻ ബി 1ഉം 2ഉം മാത്രം, ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം, ഓപ്ഷൻ ഡി മേൽ കാണിച്ചിരിക്കുന്നവ എല്ലാം. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ടുപിടിച്ചോ? ഏതാണ്? മേൽ കാണിച്ചിരിക്കുന്ന എല്ലാം പാമ്പുകടി ഏറ്റതിൻ്റെ ലക്ഷണങ്ങളാണ്. അതായത് പാമ്പിന്റെ പല്ലുകൾ ഇറങ്ങിയതിൻ്റെ പാടുകൾ ഉണ്ടാവും, കടിയേറ്റ ഭാഗത്ത് ഭയങ്കര വേദനയുണ്ടാവും, കടിയേറ്റ ഭാഗത്തിന് ചുറ്റും നീർക്കെട്ടും ചുവപ്പ് നിറവും ഉണ്ടാവും, മനം പുരട്ടലും ഛർദിയും ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ. മുറിവിൽ നിന്ന് രക്തം ശക്തിയായി പുറത്തേക്ക് തെറിക്കുകയും ആയതിന് കടും ചുവപ്പ് നിറമാണെങ്കിൽ ഏതു തരം രക്തസ്രാവത്തെ സൂചിപ്പിക്കുന്നു? മുറിവിൽ നിന്ന് രക്തം ശക്തിയായി പുറത്തേക്ക് തെറിക്കുകയും ആയതിന് കടും ചുവപ്പ് നിറമാണെങ്കിൽ ഏത് തരം രക്തസ്രാവത്തെ സൂചിപ്പിക്കുന്നു? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ധമനികൾ മുറിഞ്ഞുള്ള രക്തസ്രാവം. ധമനികൾ മുറിഞ്ഞുള്ള രക്തസ്രാവം. അടുത്ത ക്വസ്റ്റ്യൻ. മനു തന്റെ കമ്പ്യൂട്ടറിൽ പൂർത്തീകരിച്ചു വച്ച നിർണായകമായ ഒരു ഔദ്യോഗിക റിപ്പോർട്ട് മനുവിന്റെ അനുമതി ഇല്ലാതെ കണ്ടെത്താനും നശിപ്പിക്കുവാനും വേണ്ടി മനുവിന്റെ സഹപ്രവർത്തകൻ വിനു ശ്രമിക്കുന്നു. ഇതിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് മറ്റൊരു സഹപ്രവർത്തകനായ വരുണാണ്. വിനു മനുവിന്റെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെച്ച ഔദ്യോഗിക റിപ്പോർട്ടിൽ വൈറസ് കലർത്തി നശിപ്പിച്ചു. ഇവിടെ വിനുവും വരുണവും ചെയ്ത കുറ്റം. 4 ഓപ്ഷൻസ് താഴെയുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ക്വസ്റ്റ്യൻ ഒരിക്കൽ വായിക്കാം. മനു തൻ്റെ കമ്പ്യൂട്ടറിൽ പൂർത്തീകരിച്ചു വെച്ച നിർണായകമായ ഒരു ഔദ്യോഗിക റിപ്പോർട്ട് മനുവിന്റെ അനുമതി ഇല്ലാതെ കണ്ടെത്താനും നശിപ്പിക്കുവാനും വേണ്ടി മനുവിന്റെ സഹപ്രവർത്തകൻ വിനു ശ്രമിക്കുന്നു. ഇതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് മറ്റൊരു സഹപ്രവർത്തകനായ വരുണാണ്. വിനു മനുവിന്റെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെച്ച ഔദ്യോഗിക റിപ്പോർട്ട് വൈറസ് കലർത്തി നശിപ്പിച്ചു. ഇവിടെ വിനുവും വരുണും ചെയ്ത കുറ്റം എന്താണ്? 4 ഓപ്ഷൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, പെട്ടെന്ന് കണ്ടുപിടിക്കാം അല്ലേ. ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ, കമ്പ്യൂട്ടർ സിസ്റ്റം മുതലായവയ്ക്ക് നാശനഷ്ടം വരുത്തി വയ്ക്കുക. അതാണ് ചെയ്ത കുറ്റം. അടുത്ത ക്വസ്റ്റ്യൻ. ബാങ്ക് ഉദ്യോഗസ്ഥ എന്ന വ്യാജേന മുതിർന്ന പൗരനെ വിളിച്ച് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും സ്വകാര്യ വിവരങ്ങളും ഫോൺ മുഖേനയും ഇമെയിൽ മുഖേനയും ചോർത്തിയെടുത്തു. ശേഷം മുതിർന്ന പൗരന്റെ അക്കൗണ്ടിൽ നിന്ന് 71,000 രൂപ ഡെബിറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ നടന്ന കുറ്റകൃത്യം ഏത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ഇവിടെ നടന്ന കുറ്റകൃത്യം? ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി വായിക്കാൻ ഞാൻ. ബാങ്ക് ഉദ്യോഗസ്ഥ എന്ന വാചേന മുതിർന്ന പൗരനെ വിളിച്ച് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും സ്വകാര്യ വിവരങ്ങളും ഒക്കെ ഫോൺ മുഖേന ഇമെയിൽ മുഖേനയൊക്കെ ചോർത്തിയെടുത്തു. അതിനുശേഷം മുതിർന്ന പൗരന്റെ അക്കൗണ്ടിൽ നിന്ന് 71,000 രൂപ ഡെബിറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ നടന്ന കുറ്റകൃത്യം ഏത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഏതാണ്? കണ്ടുപിടിച്ചോ? തിരിച്ചറിയൽ മോഷണം അഥവാ ഐഡന്റിറ്റി തെഫ്റ്റ്. ഇവിടെ എന്താണ് കുറ്റകൃത്യം? ഏതാണ്? തിരിച്ചറിയൽ മോഷണം അഥവാ ഐഡന്റിറ്റി തെഫ്റ്റ്. അപ്പോൾ ഏതാണ് തീ ഉണ്ടാകാൻ അത്യാവശ്യമല്ലാത്ത ഘടകം?
ചോദ്യം കൃത്യമായിട്ട് വായിക്കണം. താഴെ പറയുന്നവയിൽ ഏതാണ് തീ ഉണ്ടാകാൻ അത്യാവശ്യമല്ലാത്ത ഘടകം? അത്യാവശ്യമല്ലാത്ത ഘടകം, അതാണ് ഈ ചോദ്യത്തിന്റെ ഒരു പ്രത്യേകത. അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ അകത്ത് ഓപ്ഷൻ നാലെണ്ണം കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ഈ ഏതാണ് തീ ഉണ്ടാകാൻ അത്യാവശ്യമല്ലാത്ത ഘടകം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇന്ധനം, ഓപ്ഷൻ ബി ഓക്സിജൻ, ഓപ്ഷൻ സി താപം, ഓപ്ഷൻ ഡി വെളിച്ചം. ഏതാണ് ഇതിൻ്റെ അകത്ത് ശരിയായ ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ, വെളിച്ചമാണല്ലേ. തീ ഉണ്ടാകാൻ പ്രധാനമായിട്ടും 3 ഘടകങ്ങൾ ആവശ്യമാണ്. ഏതൊക്കെയാണ്? ഒന്ന് ഇന്ധനം, ഓക്സിജൻ, താപം. ഇവയെ അഗ്നി ത്രികോണം, ഫയർ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നു. വെളിച്ചം തീയുടെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്, അല്ലാതെ തീ ഉണ്ടാകാനുള്ള കാരണമല്ല. അപ്പോൾ ഇവിടെ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ. തീ അണയ്ക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന രീതികളിൽ താഴെ പറയാത്തത് ഏതാണ്? അതായത് 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് തീ അണയ്ക്കാൻ സാധാരണയായി ഉപയോഗിക്കുന്ന രീതികളിൽ താഴെ പറയാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ വെള്ളം ഒഴിക്കുക, ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ് സ്പ്രേ ചെയ്യുക, ഓപ്ഷൻ സി മണൽ വാരിയിടുക, ഓപ്ഷൻ ഡി കൂടുതൽ ഓക്സിജൻ നൽകുക. ഇതിൽ ഏതാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന രീതികളിൽ പറയാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, കൂടുതൽ ഓക്സിജൻ നൽകുക. തീ അണയ്ക്കാൻ ഒന്നുകിൽ ഇന്ധനത്തിന്റെ ലഭ്യത ഇല്ലാതാക്കണം, ഇല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് കുറയ്ക്കണം, അല്ലെങ്കിൽ താപം കുറയ്ക്കണം. കൂടുതൽ ഓക്സിജൻ നൽകുന്നത് തീ ആളിക്കത്താൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ ഓക്സിജൻ നൽകുക എന്നതാണ് സാധാരണയായി ഉപയോഗിക്കുന്ന രീതികളിൽ പറയാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏത് തരം തീയാണ് എളുപ്പത്തിൽ വെള്ളം ഉപയോഗിച്ച് അണയ്ക്കാൻ സാധിക്കാത്തത്? താഴെ പറയുന്നവയിൽ ഏത് തരം തീയാണ് എളുപ്പത്തിൽ വെള്ളം ഉപയോഗിച്ച് അണയ്ക്കാൻ സാധിക്കാത്തത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏത് തരം തീയാണ് എളുപ്പത്തിൽ വെള്ളം ഉപയോഗിച്ച് അണയ്ക്കാൻ സാധിക്കാത്തത്? ഓപ്ഷൻ എ കടലാസിൽ പിടിച്ച തീയ്, ഓപ്ഷൻ ബി മരത്തിൽ പിടിച്ച തീയ്, ഓപ്ഷൻ സി പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ പിടിച്ച തീയ്, ഓപ്ഷൻ ഡി തുണിയിൽ പിടിച്ച തീയ്. ഏതാണ് ഇതിൻ്റെ അകത്തെ ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ പിടിച്ച തീയ്. അതായത് പെട്രോളിയം ഉൽപ്പന്നങ്ങളായ പെട്രോള്, ഡീസൽ എന്നിവയിൽ പിടിച്ച തീയില് വെള്ളം ഒഴിച്ചാൽ അത് കൂടുതൽ വ്യാപിക്കാൻ സാധ്യതയുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ വെള്ളത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടന്ന് കത്തുന്നത് തുടരും. അതുകൊണ്ട് അത് പെട്രോളിയം ഉൽപ്പന്നങ്ങളിലൊക്കെ തീ പിടിച്ചാൽ അത് എളുപ്പത്തിൽ വെള്ളം ഉപയോഗിച്ച് അണയ്ക്കാൻ സാധിക്കില്ല. അതാണ് ഇതിൻ്റെ അകത്തെ ശരി ഉത്തരം. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. തീയുടെ ഏറ്റവും ചൂടേറിയ ഭാഗം ഏതാണ്? തീയുടെ ഏറ്റവും ചൂടേറിയ ഭാഗം ഏതാണ്? ഓപ്ഷൻ എ അകക്കാമ്പ്, ഓപ്ഷൻ ബി പുറംപാളി, ഓപ്ഷൻ സി നീല നിറത്തിലുള്ള ഭാഗം, ഓപ്ഷൻ ഡി ഓറഞ്ച് നിറത്തിലുള്ള ഭാഗം. തീയുടെ ഏറ്റവും ചൂടേറിയ ഭാഗം ഏതാണ്? ഏതാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, നീല നിറത്തിലുള്ള ഭാഗമാണ് ഏറ്റവും ചൂടേറിയ ഭാഗം. തീയുടെ നീല നിറത്തിലുള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതൽ താപം അനുഭവപ്പെടുന്നത്. ഇവിടെ ഇന്ധനം പൂർണ്ണമായി ഓക്സിജനുമായി പ്രവർത്തിക്കുന്നു. ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞ നിറം പൂർണ്ണമല്ലാത്ത ജ്വലനത്തെ സൂചിപ്പിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു രാസമാറ്റം അല്ലാത്തത്? കെമിക്കൽ ചേഞ്ച് അല്ലാത്തത്. 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ അകത്ത് ഏതാണ് ഒരു രാസമാറ്റം അല്ലാത്തത്? ഓപ്ഷൻ എ വിറക് കത്തുന്നത്, ഓപ്ഷൻ ബി ഇരുമ്പ് തുരുമ്പ് എടുക്കുന്നത്, ഓപ്ഷൻ സി വെള്ളം തിളയ്ക്കുന്നത്, ഓപ്ഷൻ ഡി പാചകം ചെയ്യുന്നത്. ഏതാണ് ഒരു രാസമാറ്റം അല്ലാത്തത്? ഓപ്ഷൻ സി ആണല്ലേ, വെള്ളം തിളയ്ക്കുന്നത്. രാസമാറ്റത്തിൽ ഒരു പുതിയ പദാർത്ഥം ഉണ്ടാകുന്നുണ്ട് അല്ലേ? അപ്പോൾ വിറക് കത്തുമ്പോൾ ചാരവും പുകയും ഒക്കെ ഉണ്ടാകുന്നുണ്ട്, അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? ഇരുമ്പ് തുരുമ്പ് എടുക്കുമ്പോൾ അയൺ ഓക്സൈഡ് ഉണ്ടാകുന്നു. പാചകം ചെയ്യുമ്പോൾ ഭക്ഷണത്തിന്റെ ഘടന മാറുന്നു. എന്നാൽ വെള്ളം തിളയ്ക്കുമ്പോൾ അതിന്റെ അവസ്ഥ മാത്രമാണ് മാറുന്നത്. ദ്രാവകം, വാതകം, രാസഘടനയിൽ മാറ്റമില്ല. അപ്പോൾ വെള്ളം തിളയ്ക്കുന്നതാണ് ഒരു രാസമാറ്റം അല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏത് വാതകമാണ് തീ ആളിക്കത്താൻ സഹായിക്കുന്നത്? നിങ്ങൾക്കറിയാവോ ഈ താഴെ പറയുന്ന 4 ഓപ്ഷൻ്റെ അകത്ത് ഏത് വാതകമാണ് തീ ആളിക്കത്താൻ സഹായിക്കുന്നത്? ഓപ്ഷൻ എ നൈട്രജൻ,
ഓപ്ഷൻ ബി കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ സി ഓക്സിജൻ, ഓപ്ഷൻ ഡി ഹീലിയം. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓക്സിജൻ ആണല്ലേ, ഓപ്ഷൻ സി ആണല്ലേ. അന്തരീക്ഷത്തിലെ ഓക്സിജൻ ആണ് ജ്വലനത്തിന് സഹായിക്കുന്ന പ്രധാന വാതകം. ഓക്സിജന്റെ സാന്നിധ്യമില്ലാതെ തീ ഉണ്ടാകില്ല. അടുത്ത ക്വസ്റ്റ്യൻ. തീപിടുത്തം ഉണ്ടാവുമ്പോൾ പുക ശ്വസിക്കുന്നത് അപകടകരമാകുന്നത് എന്തുകൊണ്ട്? ഇപ്പോൾ ഈ തീപിടുത്തമൊക്കെ സംഭവിക്കുന്ന അവസരത്തിൽ അതിന്റെ പുക പലപ്പോഴും ശ്വസിക്കാറുണ്ടല്ലേ അവിടെ പോയി നിന്നാൽ. അപ്പോൾ അത് അപകടകരമാകുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പുകയ്ക്ക് ചൂടുള്ളത് കൊണ്ട്, പുകയിൽ വിഷവാതകങ്ങൾ അടങ്ങിയിരിക്കുന്നതുകൊണ്ട്, ഓപ്ഷൻ സി പുകം വെളിച്ചം കുറയ്ക്കുന്നത് കൊണ്ട്, ഓപ്ഷൻ ഡി പുകയ്ക്ക് കറുത്ത നിറമായതുകൊണ്ട്. ഏതാണ് ഇതിന്റെ അകത്ത് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, പുകയില് വിഷവാതകങ്ങൾ അടങ്ങിയിരിക്കുന്നത് കൊണ്ട്. തീപിടുത്തങ്ങളൊക്കെ ഉണ്ടാകുന്ന പുകയില് കാർബൺ മോണോക്സൈഡ് പോലുള്ള വിഷവാതകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ശ്വസിക്കുന്നത് ബോധക്ഷയത്തിനും മരണത്തിനും വരെ കാരണമായേക്കാം. അത് പ്രത്യേകം ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏത് വസ്തുവാണ് എളുപ്പത്തിൽ തീ പിടിക്കാൻ സാധ്യത കുറവുള്ളത്? താഴെ പറയുന്ന 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഏത് ഓപ്ഷൻ ആണ് എളുപ്പത്തിൽ തീ പിടിക്കാൻ സാധ്യത കുറവുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മരം, ഓപ്ഷൻ ബി കടലാസ്, ഓപ്ഷൻ സി ലോഹം, ഓപ്ഷൻ ഡി തുണി. ഏതാണ്? ഓപ്ഷൻ സി ലോഹമാണ് കറക്റ്റ് ആൻസർ. ലോഹങ്ങൾക്ക് ഉയർന്ന ജ്വലന താപനിലയും താപം കടത്തിവിടാനുള്ള ശേഷിയും ഉള്ളതിനാൽ അവ എളുപ്പത്തിൽ തീ പിടിക്കാറില്ല അല്ലെ? അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്നാൽ മരം, കടലാസ്, തുണി എന്നിവ താരതമ്യേന താഴ്ന്ന ജ്വലന താപനിലയുള്ള വസ്തുക്കളാണ്. അതുകൊണ്ട് അവ എളുപ്പത്തിൽ തീ പിടിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. തീയുടെ ജ്വാലയുടെ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? നമ്മൾ തീയെല്ലാം കണ്ടിട്ടുണ്ടല്ലേ, പക്ഷെ അതിന്റെ ജ്വാലയുടെ നിറം എന്തിനെ സൂചിപ്പിക്കുന്നതാണെന്ന് പലർക്കും അറിയാൻ പാടില്ല. അപ്പോൾ അത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ഓപ്ഷൻസ് കൊടുത്തു നോക്കാം. ഓപ്ഷൻ എ ഇന്ധനത്തിന്റെ അളവ്, ഓക്സിജന്റെ അളവ്, ജ്വലനത്തിന്റെ താപനില, പുകയുടെ അളവ്. ഏതാണ് തീയുടെ ജ്വാലയുടെ നിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്താണ്? ജ്വലനത്തിന്റെ താപനില. തീയുടെ ജ്വാലയുടെ നിറം ജ്വലനത്തിന്റെ താപനിലയെ സൂചിപ്പിക്കുന്നു. നീല നിറം ഉയർന്ന താപനിലയും ഓറഞ്ച് അല്ലെങ്കിൽ മഞ്ഞ നിറം കുറഞ്ഞ താപനിലയെയും സൂചിപ്പിക്കുന്നു.